ആൻഫീൽഡിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് രാവ്, ചുവന്നു തൊടുത്ത ആകാശം. യൂറോപ്യൻ ഫുട്ബോളിൽ പറയാൻ ചരിത്രങ്ങളേറെയുള്ള ലോസ് ബ്ലാങ്കോസ് ഒരിക്കൽ കൂടി ആ മണ്ണിൽ കാലുകുത്തി. അവർക്ക് തീർക്കാൻ ചില കണക്കുകൾ അവിടെ ബാക്കി കിടപ്പുണ്ട്. പക്ഷേ എതിരാളികളിൽ പലർക്കും നരകസമാനമായ അനുഭവങ്ങൾ സമ്മാനിച്ച ആ കൂടാരത്തിൽ റയലിനെ ലിവർപൂൾ വെള്ളക്കുപ്പായത്തിൽ ഒരിക്കൽ കൂടി മണ്ണിട്ട് മൂടി. 2 ആഴ്ച മുമ്പ് എൽ ക്ലാസിക്കോയിൽ ബാഴ്സയെ ബർണബ്യൂവിലിട്ട് കത്തിക്കുമ്പോൾ ആ കുതിപ്പുകളുടെ ബാറ്റിൻ കയ്യിലെത്തിയ വിനീഷ്യസ് ജൂനിയർ ആൻഫീൽഡിൽ കോണർ ബ്രാഡ്ലി എന്ന 22-കാരൻ്റെ പോക്കറ്റിലായിരുന്നു. പോയ വർഷം ഇതേ ആൻഫീൽഡിലിട്ട് ലിവർപൂൾ റയലിനെ തീർത്തപ്പോൾ അന്ന് ബ്രാഡ്ലിയുടെ പോക്കറ്റിൽ നിന്ന് സാക്ഷാൽ കിലിയൻ എംബാപ്പയെയാണ് കണ്ടെടുത്തത്. ആ ബ്രാഡ്ലിക്ക് എന്ത് ഡോക്കു! എന്നാൽ ലിവർപൂൾ ആരാധകരുടെ കോൺഫിഡൻസിന് ഇത്തിഹാദിലെ ഫസ്റ്റ് വിസിൽ വരെയേ ആയുസുണ്ടായിരുന്നുള്ളൂ. ജെറമി ഡോക്കു എന്ന 23-കാരന് മുന്നിലാണ് ഇന്നലെ അർനെ സ്ലോട്ട് ആയുധം വെച്ച് കീഴടങ്ങിയത് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയായി പോകില്ല. കോണർ ബ്രാഡ്ലി ഇത്തിഹാദിൽ ചിറകറ്റ് വീണു. മൈക്കിൾ അർട്ടേറ്റയോടാണ് കരുതിയിരിക്കുക, പെപ്പ് ഈസ് ബാക്ക്. ഗണ്ണേഴ്സും സിറ്റിയും തമ്മിൽ ഇനി വെറും 4 പോയിന്റിന്റെ വ്യത്യാസം. കഴിഞ്ഞ ദിവസം സണ്ടർലാൻഡിനോട് വഴങ്ങിയ സമനില ഇപ്പോൾ ആഴ്സണൽ ആരാധകരുടെ ഉള്ളു നീട്ടുന്നുണ്ടാകും. 3-ാം സ്ഥാനത്തുള്ള ചെൽസിയുമായുള്ള പോയിന്റ് വ്യത്യാസം 6, 4-ാം സ്ഥാനക്കാരായ സണ്ടർലാൻഡുമായി 7. കഴിഞ്ഞ സീസണിൽ തകർന്നു തരിപ്പണമായ സിറ്റിയെ നോക്കി ആ ഡൊമിനൻസ് അവസാനിച്ചെന്ന് വിധിയെഴുതിയ പലരും ഉണ്ടായിരുന്നു. എന്നാൽ പെപ്പിനെ നന്നായി അറിയുന്നവർ തറപ്പിച്ചു പറഞ്ഞു, അയാൾ ആ സാമ്രാജ്യം വീണ്ടെടുക്കും. ആൻഡ് ദ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ്. പരിശീലകനായി തൻ്റെ 1000ാമത്തെ മത്സരത്തിനാണ് പെപ്പ് ഇന്നലെ ഇത്തിഹാദിൽ ഇറങ്ങിയത്. കയറിയിറങ്ങിയ കൂടാരങ്ങളിലൊക്കെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചവനാണ് അയാൾ. സ്പെയിനിലെ വിശ്വപ്രസിദ്ധമായ ബാഴ്സലോണ നഗരത്തിൽ നിന്ന് ആരംഭിച്ച് അത് ചരിത്രങ്ങൾ ഏറെ ഉറങ്ങുന്ന മാഞ്ചസ്റ്ററിൽ എത്തി നിൽക്കുന്നു. പുറകിൽ കിരീടങ്ങളുടെ ഒരു വലിയ ചില്ലുകൂടാരം പണിതിട്ടുണ്ട് അയാൾ. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഐതിഹാസികമായി ചരിത്രം നിർമ്മിക്കുന്നതിൽ പെപ്പ് ഗാർഡിയോള എന്ന 54-കാരൻ്റെ പങ്കെന്താണെന്ന് ആരാധകരെക്കാരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സും പെപ്പിന് ഒന്നുമല്ലായിരുന്നു. അതുകൊണ്ടാണ് ടീം തകർന്ന തരിപ്പണമായി കിടന്നൊരു സീസണിന് ശേഷവും അയാളെ പുറത്താക്കാനുള്ള മുറവിളികൾ ഇത്തിഹാദിൽ നിന്ന് അധികം ഉയരാതിരുന്നത്. പെപ്പിന് ശേഷം ആര് എന്ന് നാളിതുവരെ സിറ്റി ആരാധകർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. ഇത്തിഹാദിൽ ഇന്നലെ നിലവിലെ ചാമ്പ്യന്മാരെ കംപ്ലീറ്റ്ലി ഔട്ട്ലാസ്റ്റ് ചെയ്ത് കളഞ്ഞാണ് സിറ്റി വെന്നിക്കൊടി പാറിച്ചത്. മത്സരത്തിലെ 76-ാം മിനിറ്റ് വരെ ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും ടൊണ്ണറമയുടെ പോസ്റ്റിലേക്ക് ഉതിർക്കാനായിരുന്നില്ല ലിവർപൂളിന്റെ പേരുകെട്ട മുന്നേറ്റ നിരക്ക്. അതേസമയം ആദ്യ പകുതി പിന്നിടുമ്പോഴേക്കും സിറ്റി 2 തവണ മവർഡാശ്വിലിയുടെ വലയിൽ കനൽ കോരികിട്ട് കഴിഞ്ഞിരുന്നു. കളി ആരംഭിച്ചത് മുതൽ തന്നെ സിറ്റിയുടെ മുന്നേറ്റങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. 13-ാം മിനിറ്റിൽ പെപ്പിന്റെ കുട്ടികൾ വലകുലിക്കേണ്ടതായിരുന്നു. ഇടതു വിങ്ങിലൂടെ പന്തുമായി കുതിച്ചെത്തിയ ഡോക്കുവിന് മുന്നിൽ ബ്രാഡ്ലി വീഴുന്നു. കൊനാട്ടക്കും അയാളെ പിടിച്ചു കെട്ടാനായില്ല. ലിവർപൂൾ പ്രതിരോധം ഏറെ പണിപ്പെട്ട് ആ മുന്നേറ്റങ്ങളുടെ മുനകൊടിക്കുന്നു. എന്നാൽ ഡോക്കുവിനെ തടയാനുള്ള മവർഡാശ്വിലിയുടെ ശ്രമം ഒരൽപ്പം അപകടകരമായിരുന്നു. വാർ പരിശോധനയ്ക്ക് ശേഷം റഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. ഏർലിംഗ് ഹാലണ്ട് കിക്കെടുക്കാനായി ഒരുങ്ങി നിന്നു. എന്നാൽ മവർഡാശ്വിലി ഹാലണ്ടിന് മുന്നിൽ കോട്ട കെട്ടി. ആ സേവിന് ശേഷം പലകുറി ഡോക്കു ഇടതു വിങ്ങിലൂടെ ലിവർപൂൾ ഗോൾ മുഖം വിറപ്പിക്കുന്നുണ്ട്. 21-ാം മിനിറ്റിൽ ഹാലണ്ടിന്റെ റിഡംഷൻ. വലതു വിങ്ങിലൂടെ കുതിച്ചെത്തിയ മത്തേയൂസ് നൂനസിന്റെ ക്രോസ് കൊനാട്ടക്ക് മുകളിൽ ഉയർന്നു പൊങ്ങി അയാൾ വലയിലാക്കുന്നു. ഒന്ന് പറന്നുയരാൻ പോലുമാകാതെ മവർഡാശ്വിലി പന്ത് വലയിലേക്ക് ഊന്നിറങ്ങുന്നു നോക്കി നിസ്സഹായനായി നിന്നു. പ്രീമിയർ ലീഗിൽ ഹാലണ്ടിന്റെ 99-ാം ഗോൾ, 17-ാം ഹെഡർ ഗോൾ. ഇംഗ്ലീഷ് മണ്ണിലേക്കുള്ള അയാളുടെ എൻട്രിക്ക് ശേഷം പ്രീമിയർ ലീഗിൽ നാളിതുവരെ അതിൽ കൂടുതൽ ഹെഡർ ഗോളുകൾ ആരും കുറിച്ചിട്ടില്ല. 38-ാം മിനിറ്റിൽ ലിവർപൂളിന്റെ മറുപടി എത്തിയതാണ്. സലാഹ് എടുത്ത കോർണർ കിക്കിൽ വിർജിൽ വാൻഡക്കിന്റെ ബുള്ളറ്റ് ഹെഡർ. എന്നാൽ വാർ വില്ലൻ വേഷത്തിൽ അവതരിച്ചു. ഡൊണ്ണറമിയെ തടസ്സപ്പെടുത്തി ആൻഡ്രൂ റോബർട്ട്സൺ ആ സമയത്ത് ഓഫ് സൈഡ് പൊസിഷനിൽ ഉണ്ടായിരുന്നു. ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സിറ്റിയുടെ 2-ാം പ്രഹരമെത്തി. നിക്കോ ഗോൺസാലസിന്റെ ലോങ് റേഞ്ചർ വാൻഡക്കിന്റെ ശരീരത്തിൽ തട്ടി ഡിഫ്ലക്ട് ചെയ്ത് വലയിലേക്ക്. അതുവരെയുള്ള സമയത്തിനിടക്ക് ലിവർപൂൾ താരങ്ങൾക്ക് ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും സിറ്റി ഗോൾ മുകളിൽ ലക്ഷ്യമാക്കി ഉതിർക്കാനായിട്ടില്ല. അർനെ സ്ലോട്ടിന് കീഴിൽ കളിച്ച 74 മത്സരങ്ങളിൽ ഹാഫ് ടൈമിന് മുമ്പ് ഒറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും ഇല്ലാതെ ലിവർപൂൾ പൂർത്തിയാക്കുന്ന 7ാമത്തെ മത്സരം. 2-ാം പകുതിയിൽ സിറ്റി ലിവർപൂളിന്റെ പട്ടികയിലെ അവസാന ആണികമടിച്ചു. ഇക്കുറി ഡോക്കുവിന്റെ കുതിപ്പുകൾ ഫലം കാണുന്നു. 63-ാം മിനിറ്റിൽ ഇടതുവിങ്ങിലുണ്ടായിരുന്ന ഒറേലിയുടെ കാലിൽ നിന്ന് പന്തേറ്റു വാങ്ങിയ ഡോക്കു കൊനാട്ടയെ ഒന്ന് വെട്ടിയൊടിഞ്ഞു. ശേഷം ബോക്സിന് വെടിയിൽ നിന്ന് നിറയൊഴിക്കുന്നു. മവർഡാശ്വിലിക്ക് മുകളിലൂടെ പന്ത് പോസ്റ്റിന്റെ റൈറ്റ് കോർണറിലേക്ക് വളഞ്ഞു കയറി. 24 ലീഗ് മത്സരങ്ങളിലായി തുടരുന്ന അയാളുടെ ഗോൾ വരൾച്ചയ്ക്ക് വിരാമം. ഒടുവിൽ
ഇത്തിഹാദിൽ പെപ്പിന്റെ 1000ാമത്തെ മത്സരം നിലവിലെ ചാമ്പ്യന്മാർക്കെതിരെ നേടിയ ത്രസിപ്പിക്കുന്ന വിജയത്തോടെ സിറ്റി ആഘോഷമാക്കുന്നു. 253 വിജയങ്ങൾ ലീഗിൽ സിറ്റിക്കൊപ്പം പെപ്പ് പൂർത്തിയാക്കുന്നു. 2023 ശേഷം ഇതാദ്യമായാണ് ലിവർപൂളിനെതിരെ സിറ്റി ഒരു വിജയം കുറിക്കുന്നത്. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ ഇരുകൂട്ടരും നേർക്കുനേർ വന്നപ്പോൾ 2 മത്സരങ്ങളിൽ ലിവർപൂൾ വിജയിച്ചു, 2 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. അവസാന 6 ലീഗ് മത്സരങ്ങളിൽ 5ഉം തോറ്റ സ്ലോട്ടിന്റെ ലിവർപൂൾ വലിയൊരു അപകടമുനമ്പിലാണിപ്പോൾ. റയലിനും ആസ്റ്റൺ വില്ലയ്ക്കുമെതിരായ മത്സരങ്ങളിലെ വിജയങ്ങൾ ഒരു കംബാക്കിന്റെ സൂചന നൽകിയതാണ്. എന്നാൽ പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ടെന്ന് സിറ്റിക്കെതിരായ പോരാട്ടം തുറന്നു കാണിച്ചു. 83ാം മിനിറ്റിൽ ഫ്ലോറിയാൻ വിറ്റ്സിനെ സ്ലോട്ട് സബ് ചെയ്യുമ്പോൾ വാട്ട് എ വേസ്റ്റ് ഓഫ് മണി ചാൻഡുകൾ ഗാലറിയിൽ അങ്ങിങ്ങായി മുടങ്ങിക്കെട്ടു. 116 മില്യൺ പൗണ്ടിന്റെ മുതലാണ് നിസ്സഹായനായി ഒരിക്കൽ കൂടി കളം വിടുന്നത്. ലീഗിൽ 8ാം സ്ഥാനത്താണ് ഇപ്പോൾ ലിവർപൂൾ. 1ാം സ്ഥാനത്തുള്ള ഗണ്ണേഴ്സുമായി 8 പോയിന്റിന്റെ വ്യത്യാസം. ക്ലബ് ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വലിയ സൈനിങ്ങുകൾ നടന്നൊരു സീസണിൽ ആൻഫീൽഡ് നിശബ്ദമായി കിടക്കുന്നു. സ്ലോട്ട് തലപുകഞ്ഞിരിക്കുന്നു.